നമസ്കാരം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള ഭയമാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ ഭയവും ആദിയുമാണ് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഓരോ പ്രവൃത്തിയും ചിന്തയും എല്ലാം മറ്റുള്ളവരെ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനും മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാനും വേണ്ടിയുള്ളതാണ് എന്നർത്ഥം. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ അഭിനയിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എങ്കിൽ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന്. ഞാൻ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ വരുമ്പോൾ വന്ദേ ഭാരത് ട്രെയിനിൽ എൻ്റെ സീറ്റിൻ്റെ തൊട്ട് അടുത്തിരുന്ന ഒരു സ്ത്രീ, ഏകദേശം 30-35 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആ സ്ത്രീ എന്നെ പരിചയപ്പെടുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റാണ്, സ്പിരിച്വൽ ഹീലറാണ് എന്നൊക്കെ. അപ്പോൾ അവരെ എനിക്ക് സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവർ എന്നെപ്പോലെ ഒരാളുടെ കൺസൾട്ടേഷൻ എടുക്കണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനിലായിരുന്നു എന്നൊക്കെ. ഞാൻ കാര്യം തിരക്കിയപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സ് തുറന്നു. അവര് ഒരു കന്യാസ്ത്രീ ആയിരുന്നു പോലും. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിലെ മഠത്തിൽ ചേരുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ അവരെ സിസ്റ്റേഴ്സ് എന്നാണ് പൊതുവെ വിളിക്കാറ്. അവരുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, അവരുടെ ചെറിയ പ്രായത്തിൽ സാഹചര്യവശാൽ അവര് കന്യാസ്ത്രീ മഠത്തിൽ കന്യാസ്ത്രീ ആയതിനു വേണ്ടി ചേരേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അവർ ഒരു സഭയിൽ കന്യാസ്ത്രീയായി, പഠിക്കാൻ വേണ്ടി ചേർന്നു, ഉടുപ്പിട്ടു, കന്യാസ്ത്രീയായി. അങ്ങനെ ആ ഒരു നിലയിൽ അവർ ജീവിച്ചു തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 10-15 വർഷത്തോളം അവർ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അതിനിടയിൽ അവർക്ക് ആ ജീവിതം മെല്ലെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ്. അതിന് പ്രത്യേക കാരണങ്ങളൊന്നും അവർ പറഞ്ഞില്ല എങ്കിൽ തന്നെയും ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ആ ഒരു ജീവിത രീതിയോട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെയായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പാവത്തിന് അതിൽ നിന്ന് നിർത്തിപ്പോരാനുള്ള ധൈര്യമില്ലായിരുന്നു. കാരണം എന്തായിരുന്നു അറിയാമോ? ആളുകളൊക്കെ എന്തു പറയും, വീട്ടുകാരും കൂട്ടക്കാരും ഒക്കെ എന്ത് വിചാരിക്കും, അവരൊക്കെ ഇതിന് സമ്മതിക്കുമോ, അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുമോ, അവരൊക്കെ തന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതി കുറെ കാലം അങ്ങനെ കടിച്ചു പിടിച്ച് അവിടെ തന്നെ നിന്നു. പക്ഷെ വീണ്ടും അത് പറ്റാതായപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നം അവരുടെ വീട്ടിൽ അവതരിപ്പിച്ചു. ബാക്കി കുറെ ആളുകളൊക്കെ എതിർത്തുവെങ്കിലും കുറച്ചൊക്കെ പുരോഗമന ചിന്താഗതി ഉണ്ടായിരുന്ന അവരുടെ സ്വന്തം ബ്രദറുടെ സപ്പോർട്ടോടുകൂടി അവർ തിരിച്ചു പോരുകയാണ്. അങ്ങനെ അവരുടെ സ്വന്തം വീട്ടിലെത്തി, നാട്ടിലെത്തി. കുറച്ച് കാലത്തേക്കൊക്കെ സ്വാഭാവികമായും അവരുടെ തൊട്ട് അടുത്ത കുടുംബത്തിലുള്ള ആളുകളൊക്കെ മടം ചാടിയവൾ എന്നൊക്കെ പറഞ്ഞ് ചെറുതായ രീതിയിൽ കളിയാക്കാൻ തുടങ്ങി. അതൊക്കെ അങ്ങനെ അങ്ങോട്ട് അവസാനിച്ചു. ഇപ്പോൾ അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലതാനും. ഇപ്പോൾ ഈ പ്രായത്തിലും അവരുടെ വിവാഹം ഏകദേശമൊക്കെ ആയിരിക്കുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലതാനും. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ, പിന്നെ എന്താണ് പ്രശ്നമെന്ന്. അപ്പോഴാണ് അവർ പറയുന്നത്, അവരുടെ മനസ്സിൽ ഇപ്പോഴും എന്തോ ഒരു കുറ്റബോധം കിടക്കുന്നു. എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ചെയ്തത് ശരിയായിരുന്നോ? ആളുകളൊക്കെ എന്ത് കരുതിയിട്ടുണ്ടാവും? ഒരു വിധത്തിൽ പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ മുട്ടി നിന്നിട്ട് ഉടുപ്പൂരി പോന്നതായിരുന്നിരിക്കും എന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടാവില്ലേ, വിചാരിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവരും ആ ഒരു കണ്ണുകൊണ്ടല്ലേ ജീവിതകാലം മൊത്തം എന്നെ നോക്കൂ. ഇതൊക്കെ ആയിരുന്നു അവരുടെ പ്രശ്നം. ആ യാത്രക്കിടയിൽ കിട്ടിയ ചുരുങ്ങിയ സമയം കൊണ്ട് അവരെ കാര്യങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അവരുടെ വലിയ ആശങ്കകളൊക്കെ കുറയ്ക്കാൻ സാധിച്ചു. അവർക്ക് ആശ്വാസമൊക്കെ കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ചിന്താഗതിയെ പറ്റിയാണ്. ഇതൊക്കെയല്ലേ നമ്മളിൽ പലരുടെയും പോലും പ്രശ്നം. ഓരോരോ നല്ല തീരുമാനങ്ങൾ ധീരമായി എടുക്കേണ്ട സമയത്ത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനിനി അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും, അവര് എന്നെ നോക്കി പരിഹസിക്കില്ലേ എന്നൊക്കെ. ഇത്തരത്തിൽ മറ്റുള്ളവരെ പേടിച്ച് നമുക്കിഷ്ടമില്ലാത്ത ജീവിതം ആർക്കോ വേണ്ടി ജീവിച്ച് തീർക്കുന്നവരല്ലേ നമ്മളിൽ ബഹുഭൂരിപക്ഷവും.
വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം മുതൽ ജീവിതത്തിൽ അടിപിടിയും വഴക്കും വക്കാണവും ഒക്കെയായി ഒരു ജീവിതകാലം മുഴുവൻ നരകയാതന മാത്രം അനുഭവിച്ച് വിഷമിച്ചും വേദനിച്ചും പ്രതികരണശേഷി ഇല്ലാതെ അതിനിടയിൽ 2-3 മക്കൾക്കും ജന്മം നൽകി അവരെയും നോക്കി വളർത്തി ആർക്കൊക്കെയോ വേണ്ടി സ്വയം ജീവിതം ഹോമിച്ച് ജീവിതം ജീവിച്ചു തീർക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ എന്നറിയാമോ? ഈ ജീവിതം മുഴുവൻ ഞാനിങ്ങനെ അനുഭവിച്ചും സഹിച്ചും ക്ഷമിച്ചും മാത്രം തീർക്കേണ്ടതാണോ എന്ന് ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാതെ ജീവിച്ച് മരിക്കുന്നവരുടെ മുമ്പിൽ അവർ ഇങ്ങനെ ആയിത്തീരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും കടുത്ത തീരുമാനമെടുത്താൽ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ നരകയാതന അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളല്ല അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവനല്ല എന്ന് തീരുമാനിച്ച് ആ ജീവിതത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പടിയിറങ്ങിയാൽ ആളുകൾ എന്തു പറയും, എല്ലാവരും എന്ത് കരുതും, നാണക്കേടല്ലേ, വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ് എല്ലാവരെയും ജീവിതത്തിൽ നയിക്കുന്നത് എന്നർത്ഥം. എന്നാൽ ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതും മാത്രമാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ചുമതല നിങ്ങളുടേതും മാത്രമാണ്. നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോണസായി മാത്രം കിട്ടുന്നതാണ് എന്ന് മാത്രം കരുതിക്കൊള്ളുക. സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക. ഈ ലോകം അതിവിശാലമാണ് എന്ന് തിരിച്ചറിയുക. മറ്റൊന്ന്, എല്ലാവരും നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ നല്ലതാവൂ എന്നുള്ള മണ്ടത്തരത്തിൻ്റെ ചിന്ത നിങ്ങൾ അവസാനിപ്പിക്കണം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെ ഓർത്ത് നിങ്ങൾ ആദ്യം പിടിക്കേണ്ടതേ ഇല്ല. നമുക്ക് നമ്മുടെ ജീവിതം, അവർക്ക് അവരുടെ ജീവിതം, അത്രയേ ഉള്ളൂ. അതിനിടയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പിറുവിറുത്തോ എങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന ബോധം വളർത്തിയെടുക്കണം. ഇതിനൊക്കെ പുറമെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ഭയത്തെ മാറ്റാനുള്ള വളരെ കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ കുറച്ച് സമയം കണ്ണടച്ചിരിക്കുക. എന്നിട്ട് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഓരോരുത്തരും എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്, എന്ത് കളറുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്, അവരൊക്കെ എന്തായിരുന്നു സംസാരിച്ചിരുന്നത്, അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതേപടി ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഒരു സംശയവും വേണ്ട, വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ അതേപോലെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവൂ. അപ്പോൾ എന്താണ് കാര്യം? അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ കാര്യവും. മറ്റുള്ളവർക്ക് നമ്മളുടെ കാര്യത്തിലും അത്രയൊക്കെ ശ്രദ്ധ ഉണ്ടാവൂ എന്ന് തിരിച്ചറിയുക. എല്ലാവർക്കും എല്ലായ്പ്പോഴും നിങ്ങളെപ്പറ്റി ഓർത്തിരിക്കലോ നിങ്ങളെപ്പറ്റി ചർച്ച ചെയ്യലോ ഒന്നും അല്ല ജോലി. എന്തൊക്കെ സംഭവിച്ചാലും കുറച്ച് മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ അതുമല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആയുസ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യത്തെപ്പറ്റി ഓർത്താണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എല്ലാം വെറും നമ്മളുടെ തോന്നലുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ട്? അതിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നിങ്ങൾ ടെൻഷൻ അടിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അതിൽ വളരെ ചുരുക്കം 1-2% കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി 98% കാര്യങ്ങളും നടന്നിട്ടില്ലല്ലോ, സംഭവിച്ചിട്ടില്ലല്ലോ. ശരിയല്ലേ? പിന്നെ എന്തിനാണ് ഈ ആദി? നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കൂ. മറ്റൊന്ന്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആദി വരുമ്പോൾ, ഓവർ തിങ്കിങ് വരുമ്പോൾ അതിനെ അപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് എന്താണ് വേണ്ടത്? നമ്മളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം വരുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ തന്നെ, മനസ്സിലാക്കുമ്പോൾ തന്നെ, എന്നിലേക്ക് എന്തോ ഒരു ടെൻഷൻ വരുന്നുണ്ടല്ലോ, അത് എന്ത് ചിന്തയിൽ നിന്നാണ് എന്ന് സ്വയം നിരീക്ഷിക്കണം. ആ ചിന്തയിലൂടെ വരുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വലിയ ആനക്കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരുന്നുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ആ ചെയ്ത പ്രവൃത്തി നിർത്തിവെച്ച് അവിടെ നിന്ന് എണീറ്റ് ഒന്ന് മാറി നിന്നാൽ മതി. പറ്റിയാൽ അതിനുശേഷം 2-3 തവണ ഒരു നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്ത് പുറത്തേക്ക് വിട്ടാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾ റിലാക്സ്ഡ് ആവും എന്നുള്ളതാണ്.
അത് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് കൺട്രോൾ ഉള്ള കാര്യം എന്തൊക്കെയാണെന്നും നമ്മൾക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ആദ്യം തിരിച്ചറിഞ്ഞു വയ്ക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മിക്കവാറും ആളുകൾ വറി ചെയ്യുന്നത് അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത കാര്യത്തെപ്പറ്റി ഓർത്തിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ റിയാക്ഷനുകൾ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വളർച്ച, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ മറ്റുള്ളവർ എന്ത് ചിന്തിക്കണം, എന്ത് ചെയ്യണം എന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ലല്ലോ. ഗോസിപ്പുകൾ, റൂമറുകൾ, ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിൽ പറ്റിയ കാര്യങ്ങളെയല്ല. മറ്റുള്ളവരുടെ ചിന്തകളെയോ വാക്കുകളെയോ ഒന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത്തരം കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ എന്ത് വേണം? ഉത്തരം വളരെ സിമ്പിളാണ്. എൻ്റെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ഞാൻ ഇനി അനാവശ്യമായി വറി ചെയ്യില്ല എന്ന് സ്വയം മനസ്സിൽ തീരുമാനമെടുക്കുക. അത്രയേ ഉള്ളൂ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവേണ്ടതില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഞാൻ എല്ലാറ്റിലും പെർഫെക്റ്റ് ആവണം എന്ന് വാശി പിടിക്കും. അങ്ങനെ വാശി പിടിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കുക, ആർക്കും എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. എല്ലാവരുടെയും ജോലി എല്ലാവരുടെയും പെർഫെക്ഷൻ തിരഞ്ഞു നടക്കലല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ പെർഫെക്റ്റായി ചെയ്യാൻ ശ്രമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. യാതൊരു കാരണവശാലും അതിനായി ടെൻഷൻ അടിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. ആരും പൂർണ്ണരല്ല. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും മനുഷ്യന്മാരാണ്, ബലഹീനരാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും ജോലി മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കി നടക്കലും മാത്രമല്ല, ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടെന്നും അവർ അതിൽ വ്യാപൃതരാണ് എന്ന് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൻ്റെ താക്കോൽ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് വലുത് എന്ന് മനസ്സിലാക്കി ധീരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും അതിൽ മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതി സ്വയം ജീവിതം ഹോമിക്കേണ്ടതില്ല എന്നും മനസ്സിലാക്കി തള്ളേണ്ടതിനെയൊക്കെ തള്ളിയും കൊള്ളേണ്ടതിനെയൊക്കെ കൊണ്ടും നന്നായി സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത മനസ്സിൽ നിന്ന് വേരോടെ പിഴുതുകളയുക. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ വീണ്ടും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.